റിംഗ് ഫൈബർ തടയണ അഥവാ റിംഗ് ഫൈബർ ചെക്ക് ഡാം എന്നത് അടിക്കടി വരൾച്ച നേരിടുന്ന മേൽമണ്ണിൻ്റെ കനം കുറവുള്ളതും ചരിവ് കുറഞ്ഞതുമായ ഫസ്റ്റ് ഓർഡർ മുതൽ ഫോർത്ത് ഓർഡർ വരെയുള്ള നീർച്ചാലുകൾക്ക് കുറുകെ നിർമ്മിക്കുന്ന ഒരു നിർമ്മിതിയാണ്. 1.5 മീറ്റർ ഡയമീറ്ററുള്ള ഒന്നോ അതിലധികമോ കോൺക്രീറ്റ് റിങ്ങുകൾ സ്ഥാപിച്ച് റിങ്ങുകളിലൂടെ കടന്നു പോകുന്ന ജലത്തെ ഫൈബർ ഷട്ടറുകൾ ഉപയോഗിച്ച് തടഞ്ഞു നിർത്തുന്നു. അര മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ വിവിധ ഉയരത്തിലുള്ള FRP അഥവാ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഷട്ടറുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. FRP ഷട്ടറുകൾ വേഗത്തിൽ ചലിപ്പിക്കുവാൻ സാധിക്കുന്നതും ഭാരം കുറഞ്ഞതുമാണ്. കുടിവെള്ള പദ്ധതികളുടെ സ്രോതസ്സുള്ള കിണറുകളുടെ സമീപം, ആ കിണറുകളുടെ അടുത്ത് ഒരു നീർച്ചാൽ ഒഴുകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡൗൺ സ്ട്രീം, അതിൻ്റെ താഴ്വര പ്രദേശത്ത് ഇത്തരം ഒരു ചെക്ക് ഡാം നിർമ്മിക്കുകയാണെങ്കിൽ ആ സ്രോതസ്, കുടിവെള്ള സ്രോതസ് എപ്പോഴും ജലസമൃദ്ധമാവാൻ സാധിക്കും. ഭൂജല സംരക്ഷണത്തിനായി ഭൂജല വകുപ്പ് രൂപകൽപ്പന ചെയ്ത ഇത്തരത്തിലുള്ള തടയണകൾ വേനൽ മഴകൾ പോലും ഫലപ്രദമായി സംഭരിച്ച് വരൾച്ച പ്രതിരോധിക്കുവാൻ വളരെ ഫലപ്രദമാണെന്ന് ഇതിനകം തന്നെ തെളിയിച്ചിട്ടുണ്ട്. എൻ്റേത് ഒരു 300 മീറ്റർ ദൂരമാണ് വീട്. എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ കിണർ അടിയിൽ വെള്ളം ഉണ്ടാവില്ല. മാർച്ച് ഒരു പകുതി ആകുമ്പോൾ വെള്ളം ഉണ്ടാവില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് മോട്ടർ അടിക്കാൻ വരെ വെള്ളം കിട്ടുന്നുണ്ട്. റിംഗ് സ്ട്രക്ചർ ആയതിനാൽ ചെക്ക് ഡാമിന് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂടുതലും ജനവാസ മേഖലകളിൽ ചെറിയ വാഹനങ്ങൾ കടന്നു പോകുന്നതിനും കൃഷിയിടങ്ങളിൽ ചെറിയ ട്രാക്ടറുകളും ടില്ലറുകളും കടന്നു പോകുന്നതിനും ഇത് വളരെയധികം സഹായകരമാണ്. പരമ്പരാഗത രീതിയിലുള്ള മറ്റ് തടയണകൾ പോലെ മണ്ണ് റീഫില്ലിംഗ് ആവശ്യമില്ലാത്തതും ഭാരമുള്ളതും ഈട് കുറഞ്ഞതുമായ പലകകൾക്ക് പകരം 25 വർഷം വരെ ഈട് നിൽക്കുന്നതുമായ FRP ഷട്ടറുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഭൂജല വകുപ്പ് ഇപ്പോൾ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ, അതുപോലെ ജലം ഇല്ലാത്തതുകൊണ്ട് കൃഷി ചെയ്യാൻ കഴിയാത്ത പാടശേഖരങ്ങളിൽ, അതുപോലെ തന്നെ ഉപ്പുവെള്ളം കയറ്റം മൂലം കൃഷി ചെയ്യാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ, ഇത്തരം സ്ഥലങ്ങളിലാണ് സാധാരണയായിട്ട് ഇത്തരം റിംഗ് ഫൈബർ തടയണകൾ നിർമ്മിക്കുന്നത്. ഞാൻ ഇവിടെ കൃഷി ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇവിടെ തന്നെ അവിടെ ഇത് വരുമ്പോൾ ഇനി ഞാൻ എതിർത്തവനും കൂടിയാണ്. ഇത് വന്ന് നമുക്ക് കൃഷി ചെയ്യാൻ കഴിയില്ലാത്തൊരവസ്ഥ വരും, അല്ലെങ്കിൽ തണ്ടുപണി പൊട്ടും എന്നുള്ള അവസ്ഥയിൽ നമുക്കുണ്ടായിരുന്നു. എനിക്ക് സംശയം ഉണ്ടായി. ഞാൻ എഞ്ചിനീയറോട് ചോദിക്കുകയും ചെയ്തേ, ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോയാലും നമുക്ക് വിഷമല്ലേ എന്ന് ചോദിച്ചിനി. പക്ഷെ അന്നേരം ഇതിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായില്ല. ഇതിന്റെ ഗൗരവം മനസ്സിലായത് കെട്ടിയിട്ട് വേനൽക്കാലം കഴിഞ്ഞ് വർഷകാലത്ത് വെള്ളം പോകുമ്പോൾ അതിന്റെ ഗൗരവം, ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലായത്. ഇന്നിപ്പോൾ ആ ധാരണ മാറി. ഇപ്പം അതിനെ കൊണ്ട് എൻ്റെ കിണറിനെ കുറേ ദൂരമാണ്. അതിൽ വെള്ളം അടിക്കാനൊക്കെ കിട്ടില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വേനൽക്കാലം മാർച്ച് നമ്മളിങ്ങനെ വെള്ളം താവും 4 പ്രാവശ്യം അടിക്കേണ്ട വളപ്പ് അങ്ങനെ അടിക്കണമെങ്കിൽ ഈ ക്രമമാലി എത്ര അടിച്ചാലും വെള്ളം പറ്റുന്ന ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായില്ല. ഞാനിവിടെ കൃഷി ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ പാലും ഈ തടയണ ഈ ഷട്ടർ തള്ളും വന്നതുകൊണ്ട് 2ാം വിളക്ക് നമുക്കിപ്പം വെള്ളം കിട്ടുന്നുണ്ട്. പിന്നെ ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഈ വയലിൽ. ഇത് ഉള്ളത് കൊണ്ട് കുറച്ച് ഭാഗങ്ങൾ ഉപ്പുവെള്ളം കയറാതെ നമുക്ക് കൃഷിയെടുക്കാൻ പറ്റി. ഇത് ഉള്ളതിന്റെ ഇപ്പുറത്തെ ഭാഗം, അതിന്റെ ഇത് ഇല്ലാത്ത ഭാഗം മൊത്തം ഇപ്രാവശ്യം കൃഷി നശിച്ചിട്ടാണ് ഉള്ളത്, ഉപ്പുവെള്ളം കയറിയിട്ട്. ഇപ്പം ഈ ഷട്ടർ താത്തതോ ഈ പാലും എല്ലാം കൊണ്ട് നമുക്ക് അതിനിപ്പുറത്ത് കൃഷി ചെയ്യാനും വെള്ളം കിട്ടാനും എല്ലാം നമുക്ക് നല്ല ഉപകാരമുണ്ട്. ഇപ്പൊ ട്രാക്ടർ അതിലേക്ക് കൂടെ കടത്തുന്നുണ്ട്. മറ്റു ട്രാക്ടറെല്ലാം നമുക്ക് വളഞ്ഞു വരണം. ഇപ്പൊ ഈ പാലത്തുമ്പിൽ നമ്മൾ ട്രാക്ടർ കൊണ്ടുവന്ന് കൊയ്യുന്ന മിഷൻ വരുന്നു, അത് കൊണ്ടുവന്ന്. അതുകൊണ്ട് എല്ലാവർക്കും ഇതിന് നല്ല നമുക്ക് കൃഷി ചെയ്യുന്നവർക്കെല്ലാം നല്ല ഒരു സൗകര്യമായിട്ട് ഇത് കിട്ടിയിട്ടുള്ളത്. ഭൂജല വകുപ്പ് ഇത്തരം തടയണകൾ നിർമ്മിക്കുന്നത് പാടശേഖര സമിതികളോ അല്ലെങ്കിൽ കർഷകരോ ഇപ്പോൾ താൽക്കാലിക തടയണകൾ നിർമ്മിക്കുകയും കൃഷിക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിലാണ്. കാരണം ഭൂജല വകുപ്പ് നിർമ്മിക്കുന്ന തടയണകൾ പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ശേഷം അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ പാടശേഖര സമിതികൾക്കോ ആണ് കൈമാറുന്നത്. അപ്പോൾ തുടർന്നുള്ള അതിന്റെ പരിപാലനം
അവരാണ് ചെയ്യേണ്ടത്. പ്രാദേശികമായി ലഭ്യമാകുന്ന ഏത് തരം കല്ലുകൾ ഉപയോഗിച്ചും ഈ തടയണകൾ നിർമ്മിക്കാം. തടയണയുടെ പാർശ്വഭിത്തികൾ ഉറപ്പില്ലാത്ത പക്ഷം വെട്ടുകല്ല്, കരിങ്കല്ല്, കോൺക്രീറ്റ് എന്നിവയോ കയർ, ജിയോ ടെക്സ്റ്റൈൽ എന്നിവ ഉപയോഗിച്ച് ബലപ്പെടുത്താവുന്നതാണ്. എന്നാൽ നീർച്ചാലിൻ്റെ അടിഭാഗം സ്വാഭാവികമായി നിലനിർത്തുക വഴി പ്രദേശത്തെ ഭൂജല സംപോഷണം വർദ്ധിക്കുന്നു. ഒരു നീർച്ചാലിന് കുറുകെ ആവശ്യാനുസരണം നിരവധി റിംഗ് ഫൈബർ ചെക്ക് ഡാമുകൾ ഒരു നിശ്ചിത ഇടവേള നൽകി നിർമ്മിക്കാവുന്നതാണ്. ഇത്തരം തടയണകൾ നിർമ്മിക്കുന്നതിന് മുമ്പ് ഭൂജല വകുപ്പ് പ്രസ്തുത സ്ഥലം സന്ദർശിക്കുകയും ശാസ്ത്രീയമായി പഠനം നടത്തി അവിടുത്തെ ജലവിധാനം ഉയർത്തുന്നതിനും അവിടുത്തെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ഇത്തരം തടയണകളുടെ നിർമ്മാണം മറ്റേതെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമോ എന്ന് പരിശോധിക്കുകയും ചെയ്തതിനു ശേഷം മാത്രമാണ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. സാധാരണ കോൺക്രീറ്റ് PCBകൾക്ക് 25 ലക്ഷം മുതൽ ചെലവ് വരുന്ന സമയത്ത് നമ്മുടെ ഇത്തരം റിംഗ് ഫൈബർ തടയണകൾക്ക് 8 ലക്ഷം മുതൽ 15 ലക്ഷം വരെയാണ് ചെലവ് വരുന്നത്. അപ്പം ചെലവ് കുറഞ്ഞ രീതിയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ തടയണകൾ നിർമ്മിക്കാൻ ഇതുകൊണ്ട് സാധിക്കും. ഭൂജല വകുപ്പിന്റെ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന ഈ പ്രവൃത്തി കർഷകർക്ക് വളരെ പ്രയോജനവും ഭൂജല സംരക്ഷണത്തിന് വളരെ ഫലപ്രദവുമാകുന്നു. ആദ്യമുണ്ടായ ഇതൊക്കെ അഭിപ്രായമൊക്കെ മാറി ഇപ്പൊ നാട്ടുകാർക്കൊക്കെ നല്ലൊരു സന്തോഷത്തിലാണ് ഇപ്പൊ ഈ ഇത് വന്നതിനുള്ളത്. കൃഷിക്കായാലും അതുപോലെ തന്നെ മറ്റ് നാണ്യവിളൊക്കെ ആയാലും തെങ്ങായാലും കൃഷിക്കായാലും ഇതിന് വെള്ളടിക്കാനുണ്ട്. അപ്പൊ ഇതിനൊക്കെ നല്ല കിണറിൽ നല്ല നീരൊഴുക്കുണ്ട് എന്നാണ് കാണുന്നത്. കഴിഞ്ഞത്തെ പോലെ നീര് ഇങ്ങനെ വറ്റിയിട്ടില്ല. അപ്പൊ അത് ഈ ഭൂജല വകുപ്പിനെ പ്രത്യേകം അഭിനന്ദിക്കാം. ഇതുപോലുള്ള പദ്ധതികളാണ് നമുക്ക് വേണ്ടത്. നാടിനാവശ്യം